നമസ്കാരം. ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം, സമയം കളയണ്ട. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സ്വരാക്ഷരങ്ങൾ തന്നെയാണ്. എങ്ങനെ 2 ലൈനിൽ എഴുതാം, 2 വരെ എഴുതാം. നിങ്ങളുടെ കോപ്പി ബുക്കിൽ നിങ്ങൾ എഴുതി പഠിക്കുമ്പോൾ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത് അല്ലേ. അപ്പോൾ നമ്മൾ ആ പഠിച്ചു, ആ കഴിഞ്ഞ ക്ലാസ്സിൽ 2 അക്ഷരങ്ങൾ പഠിച്ചു. ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ എന്ന് പറയുന്ന 2 അക്ഷരങ്ങൾ എങ്ങനെ 2 ലൈനിൽ എഴുതാം എന്നുള്ളതാണ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, ശ്രദ്ധയോടെ ഇരിക്കണം, എന്നാലാണ് കിട്ടുള്ളൂ. ഇതെന്താണ്? ഇതേതക്ഷരമാണ്? ഈ. കണ്ടോ, ഇങ്ങനെയാണ് 2 ലൈനിൽ ഈ എഴുതേണ്ടത്. ഓക്കെ, ടീച്ചർ ഒന്നുകൂടെ എഴുതി കാണിച്ച്. ഈ. കണ്ടോ, ഏതക്ഷരമാണ്? ഈ. അടുത്തത് ഈ. പഠിപ്പിക്കട്ടെ. ഈ എഴുതാൻ പഠിച്ചു, ശ്രദ്ധിക്കുക. ടീച്ചർ ഒന്നും കൂടെ എഴുതി കാണിച്ചു തരാം. താഴേന്ന് സ്റ്റാർട്ട് ചെയ്യരുത് കേട്ടോ. താഴത്തെ ലൈനിൽ ടച്ച് ചെയ്യേണ്ടത് ഏതാണ്, മേലെ ഉള്ള ലൈനിൽ ഏതാണ് ടച്ച് ചെയ്യേണ്ടതെന്നുള്ളത് ശ്രദ്ധിച്ചിരിക്കുക. എന്താണ്? ഈ. മനസ്സിലായോ എങ്ങനെയാണ് ഈ എഴുതേണ്ടതെന്നുള്ളത്? ഓക്കെ, ഇനി നമുക്ക് ഈ അക്ഷരം 2 ലൈനിൽ എഴുതാൻ പഠിക്കാം. അതും ശ്രദ്ധയോടെ തന്നെ ഇരിക്കുക. ഈ തന്നെ എഴുതുക, അങ്ങനെ തന്നെയാണ് ഈ എഴുതേണ്ടത്. ആ ചിഹ്നം വരുമ്പോൾ എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ ഈ എഴുതുമ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടത് കേട്ടോ. ഈ എങ്ങനെയാണ് നമ്മൾ എഴുതിയത്? കണ്ടോ, ലൈനിൻ്റെ സെൻറ്ററിൽ നിന്ന് 2 ലൈൻ്റെ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ എഴുതുക, നമ്മൾ ഈ ലൈനിൽ ഇങ്ങനെ വരിക. കണ്ടോ, ഈ എഴുതി. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യണം? ചിഹ്നം എഴുതുമ്പോൾ ഇങ്ങനെ. കണ്ടോ, ഇതാണ് ഈ. 2 ലൈനിൽ ഈ എഴുതേണ്ടത് ഇങ്ങനെയാണ്. മനസ്സിലായോ? ഒന്നും കൂടെ പറഞ്ഞു തരാം. അപ്പം ഈ എഴുതാൻ പഠിച്ചു, ഇനി ഈ ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, സെൻറ്ററിൽ നിന്നാണ് തുടങ്ങേണ്ടത്. കണ്ടോ, ഇനി ഇവിടെ നിന്ന് തുടങ്ങി കണ്ടോ, ഈ. ഏതാണ് ഈ അക്ഷരം? ഈ. ശ്രദ്ധിച്ചിരിക്കണം, എന്നാലാണ് മനസ്സിലാവുള്ളൂ കേട്ടോ. എവിടെയാണ്, എവിടെ നിന്നാണ് അക്ഷരം? 2 ലൈനിൽ എഴുതുമ്പോഴാണ്. അല്ലാതെ നമ്മൾ പഠിച്ചു എങ്ങനെയാണ് അക്ഷരം എഴുതേണ്ടത് എന്നുള്ളത്. നമുക്കറിയാം, അക്ഷരം അറിയാം, പറയാനറിയാം, അതിൻ്റെ ശബ്ദം എന്താണെന്ന് അറിയാം. ഓക്കെ, 2 ലൈനിൽ നിങ്ങൾ എഴുതി പഠിക്കുന്നത് മിക്കവാറും 2 ലൈനിലായിരിക്കും അല്ലേ. 2 വര കോപ്പി ബുക്കിലായിരിക്കും നിങ്ങൾ എഴുതി അക്ഷരങ്ങൾ പഠിക്കുന്നത് ചിലപ്പോൾ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് 2 ലൈനിൽ എഴുതുന്നതെന്ന് നിങ്ങൾക്ക് അറിയണം. അതിനാണ് ടീച്ചർ പറയുന്നത് കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കാം. സെൻറ്ററിൽ നിന്ന് തുടങ്ങുക. ഈ. കണ്ടോ, ഈ. അടുത്തത് ഈ തന്നെ എഴുതുക, ശേഷം ചിഹ്നം ഇൻ. കണ്ടോ, ഈ. മനസ്സിലായോ? ഈ. ഓക്കെ, ഒന്നും കൂടെ എഴുതാം. ശ്രദ്ധിക്കുക, ഈ.
ഈ കണ്ടോ? ഈ പഠിച്ചു, ഈ പഠിച്ചു. നമുക്കറിയാം 2 ലൈനിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. മനസ്സിലായോ? ഇവിടെ ഈ എഴുതുമ്പോൾ സെൻറ്ററിൽ നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, 2 ലൈനിലെ സെൻറ്ററിൽ നിന്ന് കേട്ടോ. ഇവിടെ നിന്നല്ല, ഇവിടെ നിന്ന് തുടങ്ങണം. ഇവിടെ നിന്ന് തുടങ്ങി താഴേക്ക് ഇവിടെ ഈ ഭാഗമാണ് ലൈനിൽ ടച്ച് ചെയ്യേണ്ടത് കേട്ടോ. ഇവിടെ വരെ എഴുതി. ഇനി എന്ത് ചെയ്യണം? ചിഹ്നം ഇങ്ങനെ പോലെ എഴുതി കണ്ടോ? ഈ കിട്ടിയില്ലേ? ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം അടുത്ത അക്ഷരവുമായിട്ട്. ശുഭദിനം.